തുടങ്ങിയാലോ മക്കളെ? മക്കളെ ഒന്നും കൂടെ, എൻ്റെ പൊന്നു മക്കളെ, സുഖാണോ? ഭക്ഷണം കഴിച്ചോ? ഓക്കെ, ഒത്തിരി സന്തോഷം. എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് നിങ്ങൾക്ക് എന്ത് ക്ലാസ് എടുക്കണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ സാധാരണ വലിയ തിയറിയോ ഒന്നും ഞാൻ പറയാറില്ല. ഞാൻ പറയുന്നത് എൻ്റെ ജീവിതമായി ഞാൻ പറയത്തുള്ളൂ. ഞാൻ എങ്ങനെ ഈ ജിജി മാരിയോ എങ്ങനെ 10ാം ക്ലാസ് വരെയും ചെരുപ്പില്ലാണ്ട് പഠിച്ച ജിജി മാരിയോ, ചാണകം മെഴുകിയ തറയിൽ, പുല്ലുമേഞ്ഞ വീടിൽ, ചോരുന്ന കൂരയിൽ, അമ്മയുടെ 6 മീറ്റർ സാരിയിൽ ഞങ്ങൾ 4 മക്കളും പുതച്ചുറങ്ങിക്കിടന്നത് ജിജി മാരിയോ എങ്ങനെയാണ് ഇപ്പം മൈക്കൊക്കെ പിടിച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള ഒരു തകുതി അല്ലെങ്കിൽ ഒരു പൊസിഷൻ, ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു എന്നാണ് ഞാൻ പറയാൻ പോണേ. എനിക്കിവിടെ അബ്ദുൽ കലാമിനെ കുറിച്ചോ ഗാന്ധിജീനെ കുറിച്ചോ നെഹ്റുവിനെ കുറിച്ചോ എബ്രഹാം ലിങ്കനെ കുറിച്ചോ ഒന്നും പറയില്ല. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് അവരെ അറിയില്ല. എനിക്ക് പറയാൻ പറ്റും, ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയിപ്പിച്ച കുറേ കൊച്ചു കാര്യങ്ങളും സൂത്രങ്ങളുമാണ് പറയാൻ പോണേ. കേൾക്കാൻ റെഡിയാണോ? അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ പ്രണയവും കൂടെ അങ്ങ് പറഞ്ഞോട്ടെ. കേൾക്കാൻ റെഡിയാണോ? എനിക്ക് 2 മക്കളാണ്. എനിക്കല്ല, ഞങ്ങൾക്ക് 2 മക്കളാണ്. മൂത്തയാൾ അഡോന, അവൾ വരും, ഇപ്പോൾ വരുന്നുണ്ട്. ക്രൈസ്റ്റിലാണ്, ബാംഗ്ലൂരിലാണ് പഠിക്കണത്. ഇന്നലെ രാത്രി എത്തിയിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകണം, ലീവായതുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇളയാൾ അബിയ, അവൾ +2 ചാലക്കുടി പഠിക്കുന്നു. 2 പെൺകുട്ടികളാണ്. അതുകൊണ്ട് ടീനേജ് കുട്ടികളെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ എത്ര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരുന്നാലും എനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. ഐ നോ, ബിക്കോസ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ബ്രെയിൻ വയറിങ് എങ്ങനെ പോകും, എന്തൊക്കെയാണ് ചിന്തകൾ പോകുക എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ അവിടെ ഇരുന്നതിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ചിലപ്പോൾ എൻ്റെ ഭർത്താവിന് ചേട്ടായിക്ക് താടിയൊന്നുമില്ല, ഇപ്പോഴാണ് താടിയുള്ളത്. അപ്പോൾ താടിയില്ലാത്ത ഫോട്ടോയിലൊക്കെ താടി ചിലപ്പോൾ വരച്ചു വെക്കും. എനിക്ക് വലിയ കുണുക്കുള്ള കമ്മലൊക്കെ ഇട്ട് വെക്കും, കണ്ണാടിയും വെക്കും. കുറേ നേരം കഴിയുമ്പോൾ പലരുടെയും ഫോട്ടോ ഇതിൽ പല ചിത്രങ്ങളും ആർട്ട് ഭയങ്കര കലാപരമായിട്ട് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. കാരണം ബോറടിക്കുന്നതുകൊണ്ട് നിങ്ങൾ വരയ്ക്കണതാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടാ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ട്, എന്തും ചെയ്തോ. പക്ഷേ ഒരു കാര്യമുണ്ട്, ആബ്സെൻറ്റ് മൈൻഡഡ് ആവാതിരുന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ കീഴടക്കാൻ പറ്റും. നേരത്തെ തന്ന ആ പേപ്പറിൽ പോലും നമുക്ക് വായിച്ചു കൊടുക്കാൻ പറ്റിയില്ല, ലിസൺ ചെയ്തില്ല, പെട്ടെന്ന് തന്നെ ടിക്ക് ചെയ്ത് പോവുമായിരുന്നു. അപ്പോൾ അത് ആബ്സെൻറ്റ് മൈൻഡ് കൊണ്ട് പറ്റുന്നതാണ്. ഈ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഇവിടുത്തെ MLA സനീഷ് കുമാർ 500 കുട്ടികൾക്ക്, അതായത് A+ മേടിച്ച 500 കുട്ടികൾക്ക് ഒരു ക്യാഷ് അവാർഡ് വിതരണം നടത്തുക. ഗവർണറോ മന്ത്രിയോ ആരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ആ കുട്ടികൾക്ക് ഒരു 1 അവർ ക്ലാസ് കൊടുക്കാൻ ഞങ്ങളെ വിളിച്ചു. ഞാനാ പോയത്. അപ്പോൾ എല്ലാം A+ മേടിച്ച കുട്ടികളാണ്. അപ്പോൾ ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ A+ മേടിച്ചത് കൊണ്ട് നിങ്ങളൊരു ഡോക്ടർ ആവാനും പോകുന്നില്ല, എൻജിനീയർ ആകാനും പോകുന്നില്ല, ബിസിനസ്മാനും ആകാൻ പോകുന്നില്ല, കളക്ടറും ആകാൻ പോകുന്നില്ല. A+ അല്ല നിങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ളൊരു വിജയം. എന്നിട്ട് ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു, കഴിഞ്ഞ വർഷം A+ മേടിച്ച കുട്ടികളുടെ ഒരു ഡാറ്റ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെ എടുക്കാൻ പറഞ്ഞു. ഓക്കെ, 10ാം ക്ലാസ്സിൽ A+ മേടിച്ച കുട്ടികളുടെ ഡാറ്റ, +1 അവർക്ക് A+ കിട്ടിയിട്ടുണ്ടോ, +2 A+ കിട്ടിയിട്ടുണ്ടോ? ഒരു 90% പേർക്കും ഉണ്ടാവില്ല, പലതിനും സപ്ലിക്ക് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു A+ അല്ല മക്കളെ നമ്മൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ഡെഡിക്കേഷൻ, ജെന്യുവിനിറ്റി, ഇതും കൂടെ ഒന്ന് ചേർന്ന് വരുമ്പോൾ മാത്രമാണ് നമ്മളുടെ സ്വപ്നങ്ങളും പാഷനും നമുക്ക് കീഴടക്കാൻ പറ്റുക. ഇവിടെ ഇപ്പോൾ എനിക്കിപ്പോൾ മൊത്തത്തിൽ നിങ്ങളെ നോക്കുമ്പോൾ സത്യമായിട്ട് ഇവിടെ ഒരു മന്ത്രി ഇരിപ്പുണ്ട്. ആരാന്ന് ഞാൻ പറയില്ല. MLA ഇരിപ്പുണ്ട്, കളക്ടറുണ്ട്, ഡോക്ടേഴ്സുണ്ട്, സിനിമാ നടിമാരുണ്ട്, ഡയറക്ടേഴ്സുണ്ട്, പ്രൊഡ്യൂസേഴ്സുണ്ട്, ബിസിനസ്മാൻമാരുണ്ട്, ഡെൻറ്റിസ്റ്റുണ്ട്, വക്കീലുമാരുണ്ട്, CA കാരനുണ്ട്, പൈലറ്റുണ്ട്. എസ് ഓർ നോ?
പറ ഈ കൂട്ടത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞവരുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? യെസ് ഉണ്ട്. നിങ്ങൾക്ക് സ്വപ്നങ്ങളില്ലേ? നിങ്ങൾ പൈലറ്റ് ആവണം ആഗ്രഹിക്കുന്നു, എഞ്ചിനീയർ ആവണം ആഗ്രഹിക്കുന്നു, ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നു, ഇല്ലേ? ആണോ? യെസ് ഓർ നോ? അത് ചുമ്മാ വാർക്കപ്പണിക്ക് പോകാനാണോ? ആണോ? അല്ലല്ലോ. വീട്ടിൽ അടുക്കളയിൽ പാത്രമൊക്കെ കഴുകി ജീവിതകാലം വഴി 5-6 മക്കളെയും പെറ്റ് ജീവിക്കാനാണോ മക്കളെ? അല്ല, ഇല്ലേ? അപ്പം ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? മന്ത്രിയുണ്ട്, LLB-കാരൻ വഴിയുണ്ട്, കലക്ടറുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഇല്ലേ? യെസ്. പക്ഷെ അത് കിട്ടാൻ എന്താ ചെയ്യണ്ടേ? ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കിട്ടുമോ ഇല്ലയോ? അതാണ് കിട്ടാനുള്ള വഴികൾ. നിങ്ങൾ ഡോക്ടറാവാൻ, എഞ്ചിനീയർ ആകാൻ, നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത് അതാകാനുള്ള വഴികളാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്.